പുറത്ത് മാരക തണുപ്പ്, നട്ടപ്പാതിര വരെ നിന്ന് നിപ്പ് അങ്ങനെ നിൽക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് അമ്പലത്തിൽ താലം വരവ് കാണാൻ പോകുന്നതാണ് ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ഓരോ ഭാഗത്തു നിന്നുള്ള താലങ്ങളിൽ എത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ വരുന്ന താലമെല്ലാം ആദ്യം താഴെ അമ്പലത്തിൽ പോകും, പിന്നെയാണ് സീതാദേവി അമ്പലത്തിലേക്ക് വരുന്നത്. അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം സമയമുണ്ടല്ലോ, അപ്പോൾ വീണ്ടും ഒന്ന് ചന്തയിൽ കയറി ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. 3 ബോളും കൊണ്ട് 15 ഗ്ലാസ് എറിഞ്ഞ് വീഴ്ത്താന്നുള്ള അതിസാഹസിക ഗെയിമിൽ പലതവണ തോറ്റു പിന്മാറിയതുകൊണ്ട് ഞങ്ങൾ അതിനെ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല കേട്ടോ. അനൂപാണ് ഇപ്രാവശ്യം ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങിയത്. അവൻ ആദ്യം ഞങ്ങൾക്കൊരു പ്രതീക്ഷയെല്ലാം തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അവസാനം പാളിപ്പോയി. അങ്ങനെ ഉച്ചയ്ക്ക് പോയതാണെങ്കിലും വീണ്ടും കയറിയ കടയെല്ലാം കയറി ഇറങ്ങി ഓരോരോ സാധനമെല്ലാം വാങ്ങിച്ച് ഇങ്ങനെ നമ്മൾ പൂരപ്പറമ്പല്ല ഉത്സവപ്പറമ്പിലൂടെ അങ്ങനെ ഒന്ന് ചുറ്റി നടന്നു. ഇവരെല്ലാവരും കോളിഫ്ലവർ ഫ്രൈ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല. ഒരാഴ്ച മുമ്പ് ബീച്ചിൽ പോയിട്ടാകുമ്പോൾ ഒരു ഉപ്പിലിട്ട പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നൊരു പണീൻ്റെ ക്ഷീണം എനിക്കിപ്പോഴും മാറിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ കുറച്ച് സാധനമെല്ലാം വാങ്ങിച്ച് പിന്നെ നമ്മൾ ഫുട്പാത്തിൽ പോയി നിന്നു. ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിട്ടില്ല. താലോലം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം എല്ലാം ഒരുപോലെ തന്നെ ആണെങ്കിലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. തണുപ്പത്ത് നിന്ന് മടുത്തിട്ട് പിന്നെ ഗൗരീനെ അനീഷേട്ടൻ തോളത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് നമ്മൾ താലം പകുതിയാകുമ്പോൾ പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ഞങ്ങൾ പെട്ടുപോയിന്ന്. അവിടുന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അത്രയ്ക്കും തിരക്കായിരുന്നു. ഫുട്പാത്തെല്ലാം ഫുള്ളായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ നിന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോയത്.